ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ആരാണെന്ന് വെച്ചാൽ എൻ്റെ വലിയ നാത്തൂൻ്റെ മോളും പിന്നെ അവരുടെ മോനും മരുമോളൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് എത്താമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഒരുക്കണ്ടേ, അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് എന്നെ അടുക്കളയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്കയും കൂടെയുണ്ട് കേട്ടോ. അപ്പോൾ അവർ വയനാട്ടിൽ നിന്ന് വന്നത് ഇന്നലെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിനാണ് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓരോരോ ദിവസം ഓരോരോ മുത്തച്ഛന്മാരുടെ വീട്ടിലായിരുന്നു കേട്ടോ അവർ. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ കോഴി പൊരിച്ചതും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബീഫൊന്ന് കുക്കറിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലോട്ട് അത്യാവശ്യത്തിന് ഗരം മസാലപ്പൊടിയും പിന്നെ മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്തുകൊണ്ട് ആദ്യം അതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ കുറച്ചായിട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റില്ല, അപ്പോൾ അതിലും കുറച്ച് ആഡ് ചെയ്യും. അതുകൊണ്ട് ഇതിലൊക്കെ കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുത്ത് ഒന്ന് വിസിലടുപ്പിച്ചാൽ വെക്കുകയാണ്. ഞാൻ ഇവിടെ എടുക്കുമ്പോൾ ഇക്കാൻ്റെ പണികളൊക്കെ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. കറിക്കുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ബീഫ് മസാല തേച്ചിട്ട് അതൊന്ന് റെഡിയാക്കി ഈസി വെക്കുമ്പോൾ തന്നെ അത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഇതേ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വഴറ്റി വരുന്നപ്പോഴേക്കും ഇതേ നമ്മൾ ബീഫ് റെഡി ആയിട്ടിട്ട് കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴേ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മസാല വേവിച്ച് വെച്ചിരുന്നില്ലേ, അതിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു നല്ലോണം ഒന്ന് ഇളക്കി വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ ഇക്കാനോട് ഉപ്പുണ്ടാകുന്ന നോക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഇക്ക ഉപ്പ് നോക്കുന്നതായിട്ട് ഈ കാണുന്നത്. അതിന് ശേഷം ഒരു 2 മിനിറ്റ് ഗ്യാസ് ഇരുന്നിട്ട് അതൊന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് തിളച്ചു കേട്ടോ. പിന്നെ കറിയൊന്ന് തൂമിച്ചെടുക്കണ്ട. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും 2 വേപ്പിലയും 2 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ അതിൽ തന്നെ കുറച്ച് മീറ്റ് മസാല അതിലും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇത് ബീഫ് കറി റെഡിയായി. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അറിയോ? പണി എളുപ്പമാവാൻ വേണ്ടിയിട്ടാട്ടോ. ബീഫ് അവിടെ കിടന്ന് വീഴുമ്പോഴേക്ക് മസാല ഇവിടെ കിടന്നിട്ട് എങ്ങനെയും പോകും. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടെ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പ് കൊണ്ടിട്ട് കൊടുത്തു. കറിയുണ്ട് ഉഷാറാക്കി എടുത്തു കേട്ടോ. എന്നാൽ പിന്നെ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്രം ചൂടായതിൻ്റെ ശേഷം അത്യാവശ്യത്തിന് ഡാൽഡയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അത്യാവശ്യത്തിന് ഉള്ളി കൂടി കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് അതൊന്ന് വഴറ്റുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കായും പട്ടൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഈ ചോറ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളിയൊക്കെ വഴറ്റി വന്നതിന് ശേഷം അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് 1 പാത്രം അരിയാണ് ഇട്ടുള്ളത്. അപ്പോൾ അതിന് 2 പാത്രം വെള്ളം എടുത്തോ. പിന്നെ അതിലേക്ക് ഏലക്കായും പട്ടയും പിന്നെ ഈ നെയ്ച്ചോറിൻ്റെ ഇല ഉണ്ടല്ലോ അതൊന്നിട്ട് കൊടുത്തു. കൂടെ 2 ക്യാരറ്റും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതൊരു 5 മിനിറ്റ് തിളക്കാൻ വേണ്ടി വെച്ചിട്ട് ആ വെള്ളം അങ്ങനെ ഇതേ നമ്മൾ നെയ്ച്ചോറ് റെഡിയായി. പിന്നെ കേട്ടോ ഓർമ്മ ചിക്കൻ പൊരിക്കാനുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ചിക്കൻ മസാല ഒക്കെ തേച്ച് വെച്ചിരുന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വെച്ചു. ചിക്കൻ അവിടെ ഗ്യാസ് മട്ടുകൊണ്ട് പിന്നെ തുടക്കാമെന്ന് വിചാരിച്ച തുടക്കൽ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ ചിക്കൻ റെഡി ആയതിൻ്റെ ശേഷം പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ. ചമ്മന്തി തേങ്ങയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചെടുത്തതായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പിട്ടുകൊണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ കച്ചമ്പറും ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ ഫുഡുകളൊക്കെ റെഡിയായി. പിന്നെ കുറച്ച് വെറുംചോറും കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് കറീൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതാട്ടെ ഈ കാണുന്നത്. പിന്നെ ഒരു 2 മണി ആയപ്പോഴേക്കും ഇതാ നമ്മളെ ഗസ്റ്റുകൾ എത്തിയിട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഡൈനിങ് ഹാളിൽ വിളമ്പി വെച്ചു. അങ്ങനെ അവർ ഫുഡൊക്കെ റാത്തായി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.